നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് സഭാ നേതൃത്വവുമായി അല്പം കൂടി ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നൊരു അനിവാര്യതയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഞാൻ വന്ന ഒരു സ്വകാര്യ വിസിറ്റിന് വന്നു, നേരത്തെ വരാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോകും കാണും. പ്രത്യേകിച്ച് അതോ ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ വരുമ്പോൾ ഒരിക്കലും അതൊരു സൗഹൃദ സംഭാഷണം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, സഭയ്ക്ക് ആശങ്കയുണ്ടല്ലോ. മീഡിയക്ക് അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നമ്മുടെ ഈ കഥ രൂപപ്പെടുത്തുന്നത് മീഡിയയാണ്, അത് ആഘോഷിക്കുന്ന മീഡിയയാണ്. ഇതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ ഒരു പിന്തുണ എനിക്ക് ഉണ്ടാകണേ. അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഥയെല്ലാം 16-ാം തീയതി തീർന്നെന്ന ഓർത്ത്. അപ്പോൾ ഏതൊക്കെയാണ് വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി, അത് സന്തോഷമുണ്ട്. അത് മുന്നോട്ട് പൊക്കോട്ടെ, അതിന് സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട്. അത് വെച്ചു മാറാനുള്ള വല്ല മൂവാറ്റുപുഴ വാങ്ങാനോ അങ്ങനെ വെച്ചു മാറാനുള്ള വല്ല നീക്കം വല്ല ഉണ്ടാവും? സീറ്റിനെ പറ്റി ഒരു ചർച്ചയും LDF ഇതുവരെ നടന്നിട്ടില്ല. അതേതൊക്കെയാലും ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ ചർച്ചയിലേക്ക് പോകൂ എന്നാണ് ഞാൻ കരുതുന്നത്. ആ യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ ലീഡ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം, നിങ്ങൾ വരണം. ഇടയ്ക്ക് ചിലപ്പോൾ അത്യാവശ്യമുണ്ടെങ്കിൽ പാർലമെന്റ് നടക്കുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പാർലമെന്റിൽ പോയെന്നിരിക്കും 1-2 ദിവസത്തേക്ക്. അവരെ ഞാൻ മുങ്ങി നിന്നു എന്നൊന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പറയാം. പിന്നെ ബഡ്ജറ്റ് സെക്ഷന് ചിലപ്പോൾ ചില ആളുകളൊക്കെ MLA-മാരൊക്കെ ഒരിക്കലും പോയില്ലാത്ത നിയമസഭയിൽ ഇവിടെ കാണുമായിരിക്കും കേരളത്തിൽ. ഞാനങ്ങനെയല്ല, തീർച്ചയായിട്ടും നാടിന്റെ ആവശ്യത്തിന് നമുക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മൾ പോകും. അല്ല, ഈ പറയുന്ന കേരള സംസ്ഥാനത്തെ ഏത് ജനവിഭാഗത്തിന്റെ ആശങ്കയുണ്ടെങ്കിലും അത് ഇടപെടും, അത് അറിയിക്കും, അതിനുള്ള പരിഹാരം കാണും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എത്രയോ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞല്ലോ, എത്രയോ കാര്യങ്ങൾ പറഞ്ഞാൽ തീരെയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടുക മാത്രമല്ല, അതിനൊരു പരിധി വരെ നമ്മൾ അതിന് പരിഹാരം കാണുവാനായിട്ട് ഇത് ചോദിക്കാനുള്ള ഒരു കാര്യമേ. ഇപ്പൊ VD സതീശൻ സഭാ നേതൃത്വവുമായി വലിയ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി ഇടതുമുന്നണി രംഗത്ത് ഇറക്കിയതാണെന്നൊരു ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ സംശയം. അതിന് നിങ്ങളുടെ സംശയം, അങ്ങനെയൊന്നും സംശയം എല്ലാം ആർക്ക് വേണമെങ്കിലും സഭയുടെ അടുത്ത് വരാം, ഏത് സമുദായത്തിന്റെ അടുത്തും നേതാക്കന്മാരുടെ അടുത്ത് പോകും. ഞാൻ എത്രയോ മറ്റ് സമുദായ നേതാക്കന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കർഷകരുമായി എപ്പോഴും ചേർന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അത് അവർക്ക് നല്ലപോലെ അറിയാം. അത് വന്യമൃഗത്തിന്റെ വിഷയമാകാം, അത് നമ്മുടെ ബഫർ സോണിന്റെ വിഷയമാകാം, അത് പട്ടയത്തിന്റെ വിഷയമാകാം. എന്തിനാ ഇവിടുത്തെ മുനമ്പത്തിന്റെ വിഷയം ഞാൻ അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, എത്രയോ EWSന്റെ വിഷയമാകാം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ അത് അവതരിപ്പിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാര മാർഗവും അതിന് പല കാര്യത്തിലും നമുക്ക് അതിനൊരു ഒരു പരിഹാരം കാണുവാനും കഴിയും. വന്യമൃഗത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം, പക്ഷേ ഈ മേഖലയായിരിക്കത്തില്ല, മറ്റു മേഖല മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ വിഷയമാണ്. അവിടെ നമുക്ക് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തു. എന്നൊരു നിയമ ഭേദഗതി നടത്തി. ഇനി അത് പ്രസിഡന്റ് ഒപ്പിടണം. അത് കേന്ദ്രത്തിന്റെ ഒരു നിയമമാണ്, അതിനകത്താണ് മാറ്റം വരുത്തേണ്ടത്. അതിനകത്ത് ആ നിയമത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡയറക്ഷൻ വേണമെങ്കിൽ കേന്ദ്രം നിയമ ഭേദഗതി പോലും നടത്താതെ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒരു ഡയറക്ഷൻ സെക്ഷൻ 63 പ്രകാരം കൊടുത്താൽ തന്നെ ഇതിന് മാറ്റം ഉണ്ടാവും. ഈ കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് പുറത്തുവിടണമെന്നൊരു ആവശ്യം അതിന്റെ ഉടനെ തന്നെ വരിക. സാർ, ഈ ചെല്ലാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തീരദേശ മേഖലയിൽ ടെട്രാപോഡുകൾ സ്ഥാപിക്കുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് ഇന്നലെ ക്യാബിനറ്റിൽ തന്നെ അടുത്ത റീച്ചിനുള്ളത് പാസ്സാക്കി കഴിഞ്ഞു. മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ഈ പറയുന്ന സമുദായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നുണ്ട്. അവരുടെ ഒരു അഭിപ്രായം പറയാം. മൂവാറ്റുപുഴ നമ്മൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നു, അല്ല പെരുമ്പാവൂർ വിട്ടുകൊടുത്ത് അങ്ങനെ വല്ല നീക്കം വല്ല മനസ്സിലാകുന്നില്ല. കേരള കോൺഗ്രസിന്റെ അജണ്ട നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ എങ്ങനെയാ? അല്ല, ഈ ജോണി നെല്ലൂർ മത്സരരംഗത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്, അതാണ് ചോദിച്ചത്. അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ആര് മത്സരരംഗത്തിൽ ഉണ്ടാവും? ഇപ്പൊ ഇരിക്കുന്ന സിറ്റിംഗ് MLA ആകട്ടെ, ഈ 15 പ്രാവശ്യം മത്സരിച്ച
ഈ പറഞ്ഞ എന്നിട്ട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാകട്ടെ അതൊക്കെ പാർട്ടി എന്താണെന്നുള്ളത് തീരുമാനിക്കും. ഇന്ന് യാദൃശ്ചികമായി ഒരു പ്രൈവറ്റ് വിഷന് വന്നു. ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ടോമി ഉൾപ്പെടെ വരേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു അസൗകര്യം ഉള്ളത് കൊണ്ടാണ് വരാത്തത്. മറ്റേതല്ല, ഇതെല്ലാം ഒരു സ്വകാര്യമായിട്ട് നമ്മളൊരു വിസിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് പറ്റിയില്ല. കമ്മീഷൻ റിപ്പോർട്ട് എന്നത്തേക്ക് പുറത്തു? അല്ല, അത് ഉടനെ തന്നെ വരും എന്നുള്ളതാണ് ഒരു സൂചന ലഭിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ എന്താണ് പാർട്ടിയുടെ നിലപാട്? എന്താണ്? ആർക്കാണ് ആനുകൂല്യം കിട്ടാൻ പോകുന്നത്?